അരുൺ അകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്ന പാറുവിനെയാണ് കാണുന്നത്. അവൻ ചിരിയോടെ സെറ്റിയിലേക്കിരുന്നു. കുഞ്ഞി വാ, അവൻ വിളിച്ചതും അവൾ ഓടി വന്ന് അവൻ്റെ മടിയിൽ കയറിയിരുന്നു. അവൻ അവളുടെ തലയിൽ മെല്ലെ തഴുകി. മോളെ, ഇത് ടീച്ചറുടെ മോനാ, പോലീസിലാ, ഇപ്പം ചാർജ് എടുത്തതേ ഉള്ളൂ. IPS അരുൺ പ്രഭാകർ, ഇന്നാട്ടിലെ കവലച്ചട്ടമ്പികളുടെ പേടി സ്വപ്നം, അയാൾ ചിരിയോടെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവന് ജ്യൂസ് കൊടുത്ത് തിരിഞ്ഞു. മോക്ക് എന്താ പറ്റിയേ? ആകെ ഒരു വാട്ടം. അവൾക്ക് നാട്ടിൽ പോകാൻ കഴിയാത്തതിൻ്റെ വിഷമമാണെങ്കിൽ അവൾക്ക് അവളുടെ കോളേജും ഫ്രണ്ട്സും അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. സാരമില്ല മോളെ, ഇവിടെ പോയി തുടങ്ങുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. പുതിയ കൂട്ടുകെട്ടൊക്കെ കിട്ടും. അങ്ങനെ പുതിയ ബന്ധങ്ങൾ കിട്ടുമ്പോൾ പഴയതൊക്കെ മറക്കുന്ന ഒരാളല്ല ഞാൻ. വാതിലിലേക്ക് വന്ന അവളുടെ ശബ്ദമുയർന്നതും എല്ലാവരും അമ്പരന്നു പോയി. അവളുടെ ആ സ്വരത്തിലെ വേദനയും ദേഷ്യവും ചന്തുവിന് മനസ്സിലായി. അവൾ പാറുവിനെ നോക്കി. മോള് വിഷമിക്കണ്ട, നമുക്ക് നാട്ടിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ നമ്മുടെ പവിക്ക് വേണ്ടിയല്ലേ? അതേ ചേച്ചി, നമ്മുടെ പവിക്ക് വേണ്ടി. അല്ലാതെ ഇവിടെ സ്ഥിരം നിൽക്കാൻ എനിക്ക് കഴിയില്ല. നോട്ട്സൊക്കെ സന്ധ്യ ഇട്ട് തരും. ഇതിനിടയിൽ എക്സാം വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ പോയി ശാരദേച്ചിയുടെ വീട്ടിൽ നിന്ന് പോയി വന്നോളാം. എന്തായാലും ഇവിടെ തുടരാൻ പറ്റില്ല, തീർത്തു പറഞ്ഞുകൊണ്ട് അവൾ കിച്ചണിലേക്ക് നടന്നു. അവൾ അങ്ങനെയാണ്. ഞങ്ങളുടെ നാടും വീടും അവൾക്കിഷ്ടാ. അതിൻ്റെയാ ഈ പരിഭവം. അത് സാരമില്ല, അറിയേണ്ട സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അവൾ ഇവിടെ തന്നെ തുടരും. ഇവിടെ വിട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അവൾ നിന്നു. അപ്പോഴേക്ക് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് ലളിതയും ടീച്ചറും അവിടേക്ക് വന്നു. അമ്മയുടെ കണ്ണിലെ പുതുതിളക്കം അവൾ ശ്രദ്ധിച്ചു. അമ്പി, ഇതാ എൻ്റെ മോൻ. അവർ അവന് നേരെ പുഞ്ചിരി തൂകി. അവനും അവർക്ക് നനുത്തൊരു പുഞ്ചിരി സമ്മാനിച്ചു. കുറച്ചു കഴിഞ്ഞ് അവർ പോകാനിറങ്ങി. അപ്പോൾ അരുൺ കുഞ്ഞോടെന്തോ മെല്ലെ പറഞ്ഞു. അതോടെ അവൾ അകത്തേക്കോടി. കിച്ചണിൽ വെറുതെ എന്തോ ആലോചിച്ച് നിൽക്കുന്ന പാറുവിനെ കണ്ട കുഞ്ഞി അവളുടെ കയ്യിൽ ഞോണ്ടി. എന്താ മോളെ? അവൾ ആ കുഞ്ഞിൻ്റെ കവിളിൽ കൈവച്ചു. കുഞ്ഞി ചിരിയോടെ ഡ്രസ്സിൽ മറച്ചു പിടിച്ച കൈ അവളുടെ മുന്നിലേക്ക് നീട്ടി. പാറു ആ ഇലപ്പൊതി വാങ്ങി തുറന്നു. മുല്ലമൊട്ടുകൾ കണ്ടവൾ അമ്പരപ്പോടെ കുഞ്ഞിയെ നോക്കി. അവൾ ചിരിയോടെ തിരികെ ഓടി. കയ്യിലെ മുല്ലമൊട്ടിലേക്ക് നോക്കി അവൾ സ്തംഭിച്ചു നിന്നു. അവർ യാത്ര പറഞ്ഞു പോയതും രഘു ലളിതയുടെയും ചന്തുവിൻ്റെയും നേരെ തിരിഞ്ഞു. ഞാനിവരെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഒരു കാരണമുണ്ടമ്പി. എന്താ ഏട്ടാ? നമ്മുടെ പാറുമോളെ അരുണിന് കൊടുത്താലോ? അവർ ഞെട്ടലോടെ പരസ്പരം നോക്കി. ഞാൻ വെറുതെ പറഞ്ഞതല്ല അമ്പി. നമ്മുടെ പാറുമോളെ പോലെ ഒരു കുട്ടിയെയാ ടീച്ചർ നോക്കുന്നത്. അവനും അതാണ് താല്പര്യം. മോളെ കണ്ടപ്പോൾ ഞാൻ അവൻ്റെ മുഖം ശ്രദ്ധിച്ചു. അവനും മോളെ ഇഷ്ടമായ മട്ട. പിന്നെ അവരോട് ചോദിക്കുന്നതിന് മുൻപ് ചെക്കനെ നിങ്ങൾ കാണണ്ടേ? അതാ ഇങ്ങനെ ഒരു പ്ലാൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അയ്യോ ഏട്ടാ, അതൊന്നും ശരിയാകില്ല. ആ മോൻ പോലീസിലല്ലേ, അതും IPS. ഞങ്ങൾക്കതിനുള്ള ആസ്തിയൊന്നും ഇല്ല ഏട്ടാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടവർ തന്നെയാ. എൻ്റെ മോൾക്ക് ഇതൊന്നും ഇഷ്ടമാകില്ല. മറ്റെന്തിനേക്കാളും അവളുടെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് പ്രധാനം. എന്തായാലും മോളോടൊന്ന് സൂചിപ്പിക്കേ. ടീച്ചർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാ ഇനി നാട്ടിലേക്ക് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും കോൾ വന്നു. ആ, അത് തന്നെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കോള് കട്ടാക്കി അയാൾ അവരെ നോക്കി. പവിമോൾ എത്താറായി. അത് കേട്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു. നിമിഷങ്ങൾക്കകം ആംബുലൻസ് വീടിന് മുന്നിൽ ബ്രേക്ക് ഇട്ടു. ചന്തുവും പാറുവും ലളിതയും പവിമോളെ കണ്ണിറച്ച് കണ്ടു. വല്യേച്ചി, അവളുടെ ആ വിളി കേട്ട് ചന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേഗം തിരിച്ചു വരുമെന്ന്. അവളുടെ ആ പുഞ്ചിരി അവരുടെ ഹൃദയം നിറച്ചു. അവൾക്കായി പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ അവളെ കിടത്തി. ഹോസ്പിറ്റലിലുള്ളവർ തിരിച്ചു പോയി നാട്ടോ. അവളെ നോക്കുന്ന ജോലി പാറു സ്വയം ഏറ്റെടുത്തു. കുറേ സമയം അവരോടൊപ്പം ചിലവഴിച്ച ശേഷം ചന്തു തിരികെ മംഗലത്ത് തറവാട്ടിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ പുറത്തേക്ക് പോകാൻ റെഡിയായി സ്കൂട്ടിയിൽ കയറുന്ന ദേവുവിനെയാണ് കാണുന്നത്. ഏട്ടത്തി, എവിടെ പോയതാ? ഏട്ടൻ ദേ കുറച്ചു നേരമായി വന്നിട്ട്.
മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിപ്പുണ്ട്. ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല. ഏട്ടത്തിയെ ഞാൻ വിളിച്ചു, പക്ഷേ എടുത്തില്ല. അയ്യോ ആണോ? ഞാൻ കണ്ടില്ല മോളെ. അല്ല, നീ ഇതെവിടെ പോവാ? ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാം. എന്താണ് മോളെ പതിവില്ലാത്തൊരു പോക്ക്? ഒന്ന് പോയേട്ടത്തി, വേഗം ചെന്ന് ഏട്ടന്റെ നെഞ്ചിലെ തീ അണയ്ക്കാൻ നോക്ക്. വെറുതെ, ചെറിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ സ്കൂട്ടി എടുത്തു പോയി. പിടിച്ചോളാം മോളെ. ചിരിയോടെ അവൾ മുകളിലേക്ക് കയറി. ഇതൊക്കെയും കണ്ടുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുകയാണ് മഹി. അവന്റെ മുഖം വല്ലാതെ കല്ലിച്ചിരുന്നു. അവൾ റൂമിലെത്തി ചുറ്റും കണ്ണോടിച്ചു. പിന്നെ ഡ്രസ്സ് എടുത്തു പോയി ഫ്രഷായി ബാൽക്കണിയിലേക്ക് നടന്നു. മഹിയേട്ടാ, അവനൊന്ന് മൂളി. ദത്ത്. അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട. ആ അധ്യായം അവസാനിച്ചു. മഹിയേട്ടാ, ഞെട്ടലോടെ അവൾ വിളിച്ചു. എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ തനിക്ക്? അവന്റെ ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചില്ല. ഒരാളെ കൊല്ലാൻ മാത്രം നീചനായ എന്നോട് തനിക്ക് വെറുപ്പ് തോന്നുന്നുണ്ടോ? അവൻ ചോദ്യം ആവർത്തിച്ചു. എന്താ പറയേണ്ടതെന്നറിയാതെ അവൾ നിന്നുപോയി. ചന്തു, താൻ അറിയാത്തൊരു മഹേശ്വറുണ്ട്. ആ മഹേശ്വർ ഇന്നും എന്നെ വേദനിപ്പിക്കുന്നു. അതിനു കാരണമായവരെ ഇല്ലാതാക്കാൻ തന്നെയാണ് ഈ മഹേശ്വറിന്റെ തിരിച്ചുവരവ്. ഇടയ്ക്കെപ്പോഴോ നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെ സ്നേഹം തിരിച്ചു കിട്ടിയപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം കണ്ടില്ലെന്ന് നടിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടത്. പക്ഷെ ഇന്ന് ഞാൻ പലതും ആഗ്രഹിക്കുന്നു. അതിനു മുൻപ് താൻ ചിലതൊക്കെ അറിയണം. അതനിവാര്യമാണ്. എന്നെ കേൾക്കാൻ താൻ തയ്യാറാണോ? അവൻ മെല്ലെ അവളുടെ നേർക്ക് തിരിഞ്ഞു. അവൾ അതേ എന്നർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. മഹി ഒരു ദീർഘശ്വാസം എടുത്തുവിട്ടു. തൻ്റെ ജീവിതം അവൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ അവൻ മനസ്സാൽ തയ്യാറെടുത്തു. അങ്ങനിപ്പോൾ സുഖിക്കണ്ട കേട്ടോ. നാളെ വരെയും കാത്തിരിക്കെ. മഹിയുടെ കഥ നാളെ തീത്തു പറഞ്ഞു തരാട്ടോ. ഇപ്പതേ ഫ്രണ്ടിനെ കാണാൻ പോയ ദേവുവിൻ്റെ പിന്നാലെ പോയിട്ട് വരാം നമുക്ക്. കൊച്ച് ഏത് ഫ്രണ്ടിനെയാ കാണാൻ പോയതെന്ന് അറിയണ്ടേ? ഫോളോ മീ. പുഴക്കരയുടെ സൈഡിലെ റോഡിൽ വണ്ടി ഒതുക്കി ആരെയോ കാത്തുന്ന പോലെ നിൽക്കുകയാണ് നമ്മുടെ ദേവു. ദൂരേന്ന് ഒരു കാറ് വരുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ വേഗം റോഡിലേക്ക് ഇറങ്ങി നിന്നു. കാർ അടുത്ത് വരുന്നത് കണ്ടതും അവൾ കൈ വിടർത്തി പിടിച്ചു നിന്നു. ഓ, ഇവളിത്! അരുൺ ദേഷ്യത്തോടെ കാർ ബ്രേക്കിട്ടു. അവൻ വണ്ടി ചവിട്ടിയതും അവൾ ഇളിച്ചോണ്ട് സൈഡിലേക്ക് ചെന്ന് ഗ്ലാസിൽ മെല്ലെ മുട്ടി. എന്താടി പോത്തെ, നീ എന്താ ചാവാൻ ഇറങ്ങിയതാണോ? അതിനും എൻ്റെ വണ്ടി മാത്രമേ കണ്ടുള്ളോ? അയ്യോ, IPS ആയപ്പോ അരുണേട്ടൻ്റെ സ്വരത്തിനൊക്കെ എന്താ ഒരു പവർ! ആ IPS പവർ നോട്ടത്തിലും ഭാവത്തിലും, ദേ ഇപ്പൊ സ്വരത്തിലും. നിന്ന് കുണുങ്ങാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്കു പെണ്ണേ. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അതവളെ വേദനിപ്പിച്ചു. പക്ഷെ എങ്കിലും അവളൊന്ന് പുഞ്ചിരി തൂകി. എടോ IPSകാരാ, നമ്മുടെ കാര്യത്തിൽ തൻ്റെ തീരുമാനം എന്താ? വല്ല മാറ്റം ഉണ്ടോ? എന്ത് മാറ്റം? ദേ പെണ്ണെ, കിന്നരിച്ചുകൊണ്ട് നിൽക്കാതെ വീട്ടിൽ പോകാൻ നോക്ക്. അല്ലേൽ വഴിതടയിൽ മാറ്റിവെക്ക്. എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. അരുണേട്ടാ, ദേവു നിർത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് നിന്നോട് പണ്ടേ പറഞ്ഞതാ. അതിനൊരു മാറ്റവും ഇനി നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും പോണില്ല. അവൻ തീർത്തു പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനും ഇന്നോ ഇന്നലെയോ അല്ല അരുണേട്ടനെ മനസ്സിൽ കുടിയിരുത്തിയത്. എനിക്ക് തിരിച്ചറിവുണ്ടായ കാലം മുതൽ ഈ ഒരു മുഖമേ എൻ്റെ നെഞ്ചിലുള്ളൂ. അരുണേട്ടന് എന്നെ മനസ്സിലായില്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം എനിക്കും വേണ്ട. ജീവിക്കുന്നെങ്കിൽ അരുണേട്ടൻ്റെ ഭാര്യയായി, അല്ലെങ്കിൽ... അവൾ നിറഞ്ഞു തൂകിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു. അവൾ വണ്ടിയെടുത്തു പോകുന്നത് നോക്കി അവനിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് പട്ടുപാവാടയും ബ്ലൗസും ഇട്ട ഒരു 8 വയസ്സുകാരിയുടെ മുഖം തെളിഞ്ഞു വന്നു. അതോടെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ കാഴ്ചയെ മറച്ചു കളഞ്ഞു.